പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ചേർന്ന് നിന്നിട്ടുള്ള ആരെങ്കിലും പരിത്യക്തനായിട്ടുണ്ടോ? അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. കർത്താവിനോട് ചേർന്ന് നിന്നിട്ടുള്ള എല്ലാവരെയും കർത്താവ് ഉയർത്തിയിട്ടുണ്ട്. ഇല്ലേ? ഉണ്ട്, ഉയർത്തിയിട്ടുണ്ട്. ബൈബിൾ എല്ലാവരും എടുത്തു നോക്കിക്കോ. രാജാക്കന്മാര് ദൈവത്തോട് ചേർന്ന് നിന്ന അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച എല്ലാവരെയും കർത്താവ് ഉയർത്തി. അവിടുത്തെ നിയമങ്ങൾ പാലിക്കാതെ വന്നപ്പോഴാണ് അവര് തകർച്ചയുടെ പാതയിലേക്ക് വന്നത്. ജോബിനെ എന്ന് എടുത്തു നോക്കിയേ. ജോബ് സഹനങ്ങളുടെ സമയത്ത്, പരീക്ഷണങ്ങളുടെ സമയത്ത് കർത്താവിനെ തള്ളിപ്പറയാതെ കർത്താവിനോട് ചേർന്ന് നിന്നതുകൊണ്ട് കർത്താവ് അവനെ ആ നാട്ടിലെ എല്ലാവരേക്കാളും ഉയർത്തി എന്നുള്ളതാണ്. അബ്രഹാത്തെ എല്ലാവരേക്കാളും ഉയർത്തി, ഇസ്ഹാക്കിനെ, യാക്കോബിനെ എല്ലാവരേക്കാളും ഉയർത്തി, മോശയെ ഉയർത്തി. കർത്താവിനോട് ചേർന്ന് നിന്നു, ഉയർത്തപ്പെട്ടു. കർത്താവിനോട് ചേർന്ന് നിന്നു, ഉയർച്ചയുണ്ടാവും, ഉറപ്പാത്. പൂർവ്വ യൗസേപ്പ് പാപം ചെയ്യാൻ അവസരങ്ങളുണ്ടായിട്ടും ദൈവത്തെ തള്ളിപ്പറയാൻ സാധ്യതകളുണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ കർത്താവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിച്ച് കർത്താവിൻ്റെ നിയമാനുസൃതമായൊരു ജീവിതം നയിച്ച ഒരു വ്യക്തി അദ്ദേഹം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈജിപ്തിൻ്റെ അധിപനായി അദ്ദേഹം മാറുകയാണ്, ഉയർച്ച നൽകുകയാണ്. കർത്താവിനോട് ചേർന്ന കർത്താവ് നമ്മളെ ഉയർത്തും. പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, സഹനങ്ങളുണ്ടാകും, വേദനകളുണ്ടാവും. അതൊരിക്കലും നമ്മളെ തളർത്താനോ തകർക്കാനോ അല്ല. ദ ഫെയ്ത്ത് ഡിമാൻഡ്സ് ടു ബി ടെസ്റ്റഡ്. വിശ്വാസം പരീക്ഷിക്കപ്പെടണം. നീ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മുട്ടുമടക്കുന്നവനാണോ, അല്ല ജീവിതത്തിൽ എന്ത് പ്രതികൂലങ്ങൾ വന്നാലും കർത്താവിനെ തള്ളിപ്പറയാത്തൊരാളാണോ എന്ന് കർത്താവിനെ പരീക്ഷിക്കണ്ടേ? പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാ കർത്താവ് ഓരോ സഹനങ്ങളും നമുക്ക് തരിക. സഹനം ഒരു പരീക്ഷയാണ്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായി മനുഷ്യരെന്ന വചനം പറയുക. അപ്പോൾ ഇന്ന് ഒരു തീരുമാനം നമ്മൾ എടുക്കണം. കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുന്നവരാകണം. കർത്താവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവരും കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരുമായി മാറാൻ നമുക്കിന്ന് സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മെ ഇന്ന് അനുഗ്രഹിക്കും, കർത്താവ് നമ്മെ ഉയർത്തും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം: എന്നെ ഉയർത്തുന്ന ദൈവമേ, അങ്ങേയ്ക്ക് 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.